ഇഷ്ടമായിട്ട് എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് കളിയിലേക്ക് മാറാതിരുന്നത്? എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു ക്രിക്കറ്റ് കളിക്കുന്നത്. ഭയങ്കര ഒരു ഇപ്പോഴും ലൈക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ആക്ച്വലി പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഒരു സംഭവം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ നെറ്റ്സ് കളിക്കാൻ പോകും. ഇപ്പം മഴക്കാലമാണ്, ഈ സമയത്ത് പറ്റില്ല, പക്ഷെ പറ്റും. പക്ഷേ എന്താ പറയുക, ബോംബെയിൽ പോകുമ്പോൾ മൈ ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് ഗോ ഫോർ നെറ്റ്സ്. അതാണ് എൻ്റെ എന്താ പറയുക സിൻസിയർ ആയിട്ട് ചെയ്യുന്ന പരിപാടി. ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുക, ക്രിക്കറ്റ് കളിക്കുക എന്നാണ് ഇപ്പോഴും. ബട്ട് സംവേർ എനിക്ക് തോന്നുന്നു എൻ്റെ സമയത്ത് ഈ IPL ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രഞ്ജി, പിന്നെ ഇന്ത്യൻ ടീം, ഇത് മാത്രമായിരുന്നു നമ്മുടെ ഒരു സംഭവം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ച ബോംബെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കുറേ പേര്. അതെ, മേ ബി ഞാൻ ചിലപ്പോൾ വിചാരിക്കും അയ്യോ ഞാൻ കേരളത്തിന് ട്രൈ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തിന് ട്രൈ ചെയ്യായിരുന്നു. ചിലപ്പോൾ അത്ര എനിക്കറിയില്ല, എവിടെയും കുറെ കോമ്പറ്റീഷൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി, എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ സംവേർ ട്രൈ ചെയ്തില്ല എന്നൊരു വിഷമമുണ്ട് എനിക്ക്. ഞാൻ പിന്നെ ചെന്നൈ പോയി, അങ്ങനെ പിന്നെ വേറെ റൂട്ട് പിടിച്ചു. പാട്ടും ഉണ്ടായിരുന്നല്ലോ, ഈ ക്രിക്കറ്റിന്റെ ഇടയിൽ പാട്ടും ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ ഫുൾ ക്രിക്കറ്റ് കളിക്കും, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും പാട്ടിന്റെ. അപ്പൊ അങ്ങനെ ആയിരുന്നു എന്റെ സ്കൂൾ ഡേയ്സ് ഒക്കെ, സ്കൂൾ കോളേജ്. പ്ലെയർ ആരാ ഏറ്റവും ഇഷ്ടമുള്ളത്? ഏറ്റവും ഇഷ്ടം ഡെഫിനറ്റ്ലി സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് തന്നെയായിരിക്കും. ഇപ്പോഴത്തെ ഒരു ഇതാണ് വിരാട് കോഹ്ലി ഫാനാണ് ഞാൻ. നമ്മുടെ കേരളത്തിലെ സ്വന്തം ആളുണ്ട് സഞ്ജു. സഞ്ജു സാംസൺ നമ്മുടെ കോണ്ടാക്ട് ഉണ്ടോ? പിന്നെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. ഇപ്പൊ അടുത്ത സച്ചിൻ ബേബി ഒക്കെ സച്ചിൻ ബേബി ഭയങ്കര ക്ലോസ് ആണ്. സച്ചിൻ ബേബി മെന്ററായിട്ടും ഞങ്ങളുടെ കൂടെ CCL വന്നിരുന്നു. ഈ കംസ് ലൈക്ക് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സിലും പുള്ളി സച്ചിൻ ബേബിയാണ്. സോ ബേസിക്കലി ഇവരൊക്കെ ഇൻസ്പിറേഷൻ ആണ്. കാരണം എനിക്കും ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവരൊക്കെ കാണുമ്പോൾ നമുക്കൊരു അങ്ങനെ പാട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത്ര നേരമായിട്ട് പാട്ട് പാടിക്കാത്ത എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. കാരണം എൻ്റെ അടുത്ത് വരുമ്പോ ക്യാമറ ടീം പറയും പകുതി ഭാഗം പാട്ടായിരിക്കുമല്ലോ, എന്നിട്ട് ഞാൻ ഇത്ര നേരമായിട്ടും പാട്ട് പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മറ്റേ അയിലമത്തി ആ പാട്ടാണ്. പക്ഷെ എനിക്ക് മഞ്ഞു പോലെ മാൻതുള്ളി പോലെ എന്നുള്ള ആ പാട്ട് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. ഈ പ്രശ്നം ലിറിക്സ് ആണ് ഏറ്റവും വലിയ പ്രശ്നം മലയാളത്തില്. അപ്പൊ അതൊന്ന് ഫോൺ എടുക്കണം നോക്കിയിട്ട് ആ പാട്ട് തന്നെ വേണല്ലേ? അത് തന്നെ വേണമെന്നില്ല, ഞാൻ എന്റെ പാട്ട് പാടാം. ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അത് ഞാൻ സ്റ്റീവ് ലോപ്പസ് പറഞ്ഞൊരു മൂവിയുടെ ഒരു പാട്ടാണ്. ഫാദിക്കയുടെ ബ്രദറിന്റെ ഫസ്റ്റ് പാടാണ്, ഫർഹാന്റെ. അപ്പോ തെരുവുകൾ നീ ഞാൻ വേഗമായി, അലക്കടൽ നീ ഞാൻ തോണിയായി, ആരോമലേ ആകാശമേ അണയുന്നു ഞാൻ, നീ പെയ്യുകെന്നിൽ തോരുകെന്നിൽ മഴമേഘമേ, ഞാൻ നിറയാമത് അലിയാമത് എൻ സ്നേഹമേ. അടിപൊളി. ഇത് ഞാൻ കുറവാണ് പാടാറ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷാബാസിക്ക ചെയ്തൊരു. നമ്മളെപ്പോഴും ഈ പാട്ടുകളൊക്കെ ആയിരിക്കും ഒന്ന് കൈകുളം പിടിച്ചിന്റെ അല്ലെങ്കിൽ സിനിമയിലെ കുറെ. എനിക്ക് മഞ്ഞു പോലെ ഞാൻ പറയാൻ കാരണം ഞാനത് കേട്ടിരുന്നു ഈ വോയിസില്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് അത് പാടാൻ പറഞ്ഞത്. മഞ്ഞു പോലെ പോലെ മിന്നൽ പോലെ തെന്നൽ പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കുഞ്ചയത്ന കുളിരിൽ. ലിറിക്സ് അറിയില്ല, അതാണ് പ്രശ്നം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.